ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും ഷാനു ഷാജി വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നല്ലൊരു കിടിലൻ പുഡിങ്ങാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഇളനീര് വെച്ചിട്ടാണ് നമ്മൾ ഈ പുഡിങ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ ഇതിലേക്ക് 2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പ് പാലെന്ന് പറയുമ്പോൾ 500 ml പാലുണ്ടാകും. അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ പാൽ മാറ്റി വെച്ചിട്ട് അതിലേക്ക് നമുക്ക് കോൺഫ്ലോർ 2 വലിയ ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് അതിലേക്ക് കോൺഫ്ലോർ ചേർക്കുകയാണെങ്കിൽ നമ്മുടെ പാല് കട്ട കുത്താൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ സെപ്പറേറ്റ് ഒരു പാത്രത്തിൽ 2 ടേബിൾ സ്പൂൺ പാലും കോൺഫ്ലോറും കൂടെ മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഈ കോൺഫ്ലോർ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചൈന ഗ്രാസ് ആകുമ്പോൾ നന്നായി വേവിച്ചിട്ട് അരിച്ചിട്ട് വേണം നമ്മൾ പാലിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് ആ കോൺഫ്ലോർ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഇളക്കി യോജിപ്പിച്ച് എടുക്കണം. ഇനി അതിലേക്ക് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മുതൽ 4 ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുക്കാം. ഇനി ഇളനീര് ഞാൻ മിക്സിയിൽ നല്ല ഇളനീരിൻ്റെ കാമ്പും അതുപോലെ ഇളനീരിൻ്റെ വെള്ളവും കൂടെ ചേർത്ത് നന്നായി അരച്ചെടുത്തതാണ്. അപ്പോൾ കൂടുതൽ ഇളനീരും കുറവ് ഇളനീർ വെള്ളവും ചേർത്ത് അരച്ചെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ ഇളനീരും വെള്ളവും ഇളനീരിൻ്റെ വെള്ളം തന്നെയാണ് ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്ത് അതും അതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്ലെയിം നമ്മുടെ ചെറിയ തീയിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നന്നായി തിക്കാക്കി എടുക്കണം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ പുഡിങ്ങാണ്. ഇളനീർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലോർ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചൈന ഗ്രാസ് ഉപയോഗിക്കാം. അപ്പോൾ ചൈന ഗ്രാസ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ അത് നന്നായി വേവിച്ചെടുത്ത് ആ ചൈന ഗ്രാസ് മെൽറ്റായ ശേഷം ഇതിലേക്ക് ആ ചൂടോട് കൂടി തന്നെ അരിപ്പയിലൂടെ അരിച്ചൊഴിച്ചിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ചൈന ഗ്രാസ് ഇല്ല, അത് കാരണം ഞാൻ കോൺഫ്ലോർ എടുത്തത്. കോൺഫ്ലോർ എടുത്താൽ നമുക്ക് പുഡിങ് നമ്മുടെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഇനി നന്നായിട്ട് കുറുക്കിയെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ നിങ്ങളുടെ വീട്ടിലെ ആളുകളനുസരിച്ചിട്ട് ഡബിളാക്കിയും പകുതിയാക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് പാലെന്ന് പറയുമ്പോൾ 500 ml പാലാണ്, 1/2 ലിറ്റർ പാല്. പിന്നെ നമ്മുടെ ഇളനീരിൻ്റെ കഷ്ണങ്ങൾ നിങ്ങൾക്ക് അത്യാവശ്യം എടുക്കാം, കയ്യിലുണ്ടെങ്കിൽ അത്യാവശ്യം തന്നെ എടുക്കാം. അപ്പോൾ ഇത് നന്നായി തിക്കായി വന്ന് തുടങ്ങിയിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ നല്ലോണം തിക്കായിക്കോട്ടെ. ഇതിൽ വെള്ളവും കാര്യങ്ങളൊക്കെ ഒന്ന് പോയി നല്ലോണം തിക്കായി വരുന്നവരെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരിക്കലും നിങ്ങൾ കോൺഫ്ലോർ പൊടി ഡയറക്റ്റായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കരുത്. നമ്മൾ 2 കപ്പ് പാല് ചേർത്ത ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ പാൽ മാറ്റി വെക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ മിക്സ് ചെയ്ത് നന്നായിട്ട് ആ പൊടി അതിൽ മിക്സായ ശേഷം മാത്രം നമ്മൾ ഈ പാലിലോട്ട് മിക്സ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇളനീരിൻ്റെ കഷ്ണങ്ങൾ നിങ്ങൾക്ക് കടിക്കാൻ ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് അരച്ചെടുത്താൽ മതി. അതെല്ലാം നന്നായിട്ട് അരച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാൻ ചെറിയ രീതിയിൽ അവിടെ വെച്ചിട്ടുണ്ട്, ഫുള്ളായിട്ട് കംപ്ലീറ്റ് നന്നായിട്ട് അരച്ചെടുത്തിട്ടില്ല. അപ്പോൾ കണ്ടില്ല, നമ്മുടെ പുഡിങ് ഏകദേശം ഒന്നും കൂടെ ഒന്ന് സെറ്റായാൽ നമ്മുടെ പുഡിങ് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതിവിടെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടി ട്രേ റെഡിയാക്കാം. അപ്പോൾ ഇതുപോലത്തെ ഒരു കേക്ക് മൗൾഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സ്ക്വയറിൻ്റെ കേക്ക് മൗൾഡാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഗീയോ ബട്ടറോ തടവി വെക്കുക. എന്നിട്ട് അത് ചൂടോട് കൂടി തന്നെ നമ്മുടെ ഈ പുഡിങ്ങിൻ്റെ മിക്സ് നമ്മൾ ആ മൗൾഡിലേക്ക് ചേർത്ത് കൊടുക്കണം. ഒരിക്കലും ചൂടാറിയ ശേഷം ഒഴിക്കരുത്, അപ്പോൾ അത് അങ്ങനെ സെറ്റാകും. ചൂടോട് കൂടി തന്നെ നമ്മുടെ ഈ ഒരു ട്രൈയിലോട്ട് ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. എന്നിട്ട് ഫ്രിഡ്ജിൽ താഴെ നിങ്ങൾ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഒരു 6 മണിക്കൂർ, ഒരു 3 മണിക്കൂറൊക്കെ സെറ്റ് ചെയ്യാൻ വെച്ചാൽ മതി. അതല്ല ഇനി നിങ്ങൾക്ക് 24 മണിക്കൂർ, അത് ഒരു ദിവസം നിങ്ങൾക്ക് വെക്കാൻ സമയമുണ്ടെങ്കിൽ ഇന്ന് ഉണ്ടാക്കി ഇന്ന് വെച്ചിട്ട് നാളെ വൈകിട്ട് എടുക്കുക. അങ്ങനെയൊക്കെയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇനി പെട്ടെന്ന് കഴിക്കുവാനാണെങ്കിൽ ഒരു 6 മണിക്കൂർ മുതൽ മതിയാവും. അപ്പോൾ നമ്മുടെ പുഡിങ് ഇപ്പോൾ ഇതാ സെറ്റായിട്ട് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. നല്ല സെറ്റായി നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? പാത്രത്തിൻ്റെ സൈഡിൽ നിന്നൊക്കെ നമ്മളിങ്ങനെ ജസ്റ്റ് വലിക്കുമ്പോൾ തന്നെ വിട്ടുപോരുന്ന ആ ഒരു പരുവം, അതാണ് നമ്മുടെ പുഡിങ്ങിൻ്റെ ഒരു പെർഫെക്ഷൻ എന്ന് പറയുന്നത്.
ഇനി നിങ്ങൾക്ക് ഇതിൽ ഡെക്കറേഷൻസൊക്കെ ചേർത്ത് കൊടുക്കാം. കട്ട് ചെയ്ത ശേഷം ഡെക്കറേറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഞാനിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റുന്നില്ല. ഇതിൽ തന്നെ ഡെക്കറേറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കഴിക്കാനാണ്. അപ്പോൾ ഇത് നട്ട്സിൻ്റെ പൗഡറാണ്. കാഷ്യൂ നട്ട്, ബദാം, പിസ്ത എല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുത്തൊരു പൗഡറാണ്. അതാണ് ഞാനിവിടെ ഡെക്കറേഷന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഇത് വേണമെങ്കിൽ ഒന്നും കൂടെ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തിട്ട് കഴിക്കാം. അതല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റുള്ളൊരു അടിപൊളി പുഡിങ്ങാണ്. പുഡിങ് ഇഷ്ടമുള്ളവർക്ക് ഉറപ്പായിട്ടും ഇത് ഒരുപാട് ഇഷ്ടമാവും. ആ ഇളനീരിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റും എല്ലാം നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ കാണാം പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ പുഡിങ് വന്നിട്ടുണ്ട്. ആ പാത്രത്തിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ വേറൊരു മോഡലിലേക്ക് മാറ്റാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു കിഡിലൻ പുഡിങ്ങാണ്. ഉറപ്പായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നോട് പറയാൻ മറക്കരുത്. നല്ല കിടിലൻ ടേസ്റ്റാണ്. ഇനി ഇതുപോലത്തെ ഒരു റെസിപ്പീസുമായിട്ട് ഞാൻ വീണ്ടും വരും ഇൻഷാ അല്ലാ. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റാണ്. പിന്നെ നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാനത് പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ഒരു പുഡിങ്ങാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. ഇൻഷാ അല്ലാ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.